ഈഴവ സമുദായത്തിന്. മൊത്തം മന്ത്രിമാരിൽ സിംഗിൾ ലാർജസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഈഴവ സമുദായത്തിന് കിട്ടിയിട്ടുള്ള പല മന്ത്രിസഭകളും കേരളത്തിലുണ്ടായിട്ടുണ്ട്, ഇടതുമുന്നണിയിലുണ്ടായിട്ടുണ്ട്, UDF-ലുണ്ടായിട്ടുണ്ട്. അന്നൊന്നും അത് ആരും ചോദ്യം ചെയ്യാത്തവർ ഇപ്പോൾ അത് ചോദ്യം ചെയ്യുന്നു. പക്ഷെ അബദ്ധം ആർക്കും സംഭവിക്കാം. അത് ഏറ്റുപറയാനുള്ള മനസ്ഥിതിയാണ് ജനങ്ങളിൽ നിന്ന് കൂടുതൽ പ്രശംസ പിടിച്ചു പറ്റുക. ആ തരത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് അബദ്ധം പറ്റി. ആ ക്ഷമ എന്നുള്ള വാക്കുകൊണ്ട് എത്ര വലിയ ഒരു കുറ്റം ചെയ്താലും അത് കൊടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഗവൺമെൻറ്റിലെയും ഒരു മന്ത്രിയും ഇത്രയും പെട്ടെന്ന് തന്നെ, കാരണം ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോണത് ക്ഷമ ചോദിച്ച മന്ത്രിമാരുടെ എണ്ണം കൂടുതൽ ഇടതുമുന്നണിയിലാണെന്ന് പറയും. പക്ഷെ ഒരു ക്ഷമയും ചോദിക്കാതെ ഈ പാതകം മുഴുവൻ ചെയ്ത മന്ത്രിമാർ പ്രതിപക്ഷത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ക്വാളിറ്റേറ്റീവായിട്ടൊരു ബെറ്റർ ഗവേണൻസ് ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്ന ഒരു ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുമോ അത്രയും UDF ഗവൺമെൻറ് നല്ലത് എന്ന് പറയാൻ പറ്റുള്ളൂ. സണ്ണി ജോസഫ് ഈ തരത്തിൽ അതിനെ ഒരു വ്യാഖ്യാനിച്ചത് വളരെ തെറ്റായിപ്പോയി. അതുണ്ടായിട്ടൊന്നും അദ്ദേഹം സ്വയം വിമർശനപരമായിരുന്നു ചിന്തിച്ചതിന് ശേഷം മതിയായിരുന്നു ഇത് കുരിശാണോ അതോ കിരീടമാണോ എന്ന് വിലയിരുത്താൻ. UDF സർക്കാർ അധികാരത്തിലെത്തിയിട്ട് സർക്കാരിനെ വിലയിരുത്താനൊന്നുമുള്ള സമയമായിട്ടില്ലെങ്കിലും ഒരുപാട് പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവും ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ സർക്കാരിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ സർക്കാരിന് എന്ത് തെറ്റുപറ്റിയാലും അത് അവർ അംഗീകരിക്കില്ലായിരുന്നു. അതിനെ പരമാവധി ന്യായീകരിച്ച് അത് പിന്നീട് വലിയൊരു വിഷയത്തിലേക്കും ചർച്ചയിലേക്കും കൊണ്ടെത്തിക്കും. എന്നാൽ പുതിയ സർക്കാർ തെറ്റ് പറ്റുമ്പോൾ അത് തിരുത്താനും അത് ഏറ്റുപറയാനും മന്ത്രിമാരടക്കം തയ്യാറാണ് എന്നുള്ളത് ഏറ്റവും പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അദ്ദേഹം തന്നെ അത് തിരുത്തി, അല്ലെങ്കിൽ എന്റെ ഭാഗത്തു നിന്ന് പറ്റിയ തെറ്റാണെന്ന് പറയുന്നു. മുരളീധരനായാലും ആ വിഷയത്തിൽ തനിക്ക് പറ്റിയ തെറ്റാണെന്ന് പറയുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നമുള്ളത്, കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് പറയുകയുണ്ടായി, വൈദ്യുതി വകുപ്പ് തന്റെ തലയിലെ എടുത്തു വെച്ച കുരിശ് പോലെയാണ് എന്നൊരു പ്രസ്താവന പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രസ്താവന വരുന്നു. മറുവശത്ത് ആരോഗ്യ വകുപ്പ് മുരളീധരൻ ചോദിച്ചു വാങ്ങിയ വകുപ്പാണ്. അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, പൊതിച്ചോറൊന്നും കൊടികളും ബാനറുകളും അകത്തേക്ക് കയറ്റരുത്, ഹോസ്പിറ്റലിൽ കയറ്റരുതെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം വന്നപ്പോൾ തന്നെ ഹോസ്പിറ്റലിനകത്ത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർ കൊടികളുമായി കയറി നിൽക്കുന്നു. മഴ ആയതുകൊണ്ട് കയറിയതാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ ന്യായീകരണം. എന്നാൽ അതൊന്നും അത്ര അംഗീകരിക്കാൻ കഴിയുന്നില്ല. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അവർ നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നമായി രാഷ്ട്രീയ കേരളം പറഞ്ഞത് പക്വതയില്ലാത്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നില്ല മന്ത്രിമാരെന്നുള്ളതാണ്. അതേ കാര്യം തന്നെയാണ് ഇപ്പോ UDF സർക്കാരിന്റെ കാലത്ത്, അല്ലെങ്കിൽ UDF സർക്കാരിലും ആദ്യമായി MLA ആയ ആൾ പോലും മന്ത്രിയാണ്. പല ആളുകളെയും MLA ആയി മാത്രമേ ഇരുന്നിട്ടുള്ളൂ. ആദ്യമായി മന്ത്രിയാകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതൊക്കെ പിണറായി വിജയൻ അല്ലെങ്കിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് സമാനമാകുന്ന രീതിയിലാണ് പോക്ക്. അങ്ങനെ അടച്ചു പറയാൻ പറ്റില്ല. ഈ ഒരു മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ അത് ഏത് മുന്നണിയായാലും പല താല്പര്യങ്ങളും കണക്കിലെടുക്കേണ്ടി വരും. അത് പണ്ടില്ലാത്ത മാതിരിയുള്ള താല്പര്യങ്ങൾ ഇപ്പോൾ ജാതി നോക്കും, പ്രാദേശിക സമവാക്യം നോക്കും, പിന്നെ എന്താ പറയുക കഴിവിൻ്റെ ഇത് നോക്കും, സ്യൂട്ടബിലിറ്റി, ഇതെല്ലാം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. മുമ്പ് അതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ സാമുദായിക സമവാക്യം എന്ന് പറയുന്നത് പലപ്പോഴും ഇടതുപക്ഷ സർക്കാരുകളിൽ ഒരു പ്രത്യേക സമുദായത്തിന് കൂടുതൽ പ്രാതിനിധ്യം കിട്ടിയ ഈഴവ സമുദായത്തിന്. മൊത്തം മന്ത്രിമാരിൽ സിംഗിൾ ലാർജസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഈഴവ സമുദായത്തിന് കിട്ടിയിട്ടുള്ള പല മന്ത്രിസഭകളും കേരളത്തിലുണ്ടായിട്ടുണ്ട്, ഇടതുമുന്നണിയിലുണ്ടായിട്ടുണ്ട്, UDF-ലുണ്ടായിട്ടുണ്ട്. അന്നൊന്നും അത് ആരും ചോദ്യം ചെയ്യാത്തവർ ഇപ്പോൾ അത് ചോദ്യം ചെയ്യുന്നു. അതെന്താ? വ്യക്തി ഓറിയൻറ്റഡായി, ജാതി ഓറിയൻറ്റേഷൻ എന്ന് മാറിയിട്ട് വ്യക്തി ഓറിയൻറ്റേഷനിലേക്ക് മാറി. പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഈ ഡിമാൻഡുകൾ മാറിയിരിക്കുന്നു. അത് വളരെ തെറ്റായ കാര്യമാണ്. രണ്ട് ചെയ്യല കഴിവാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ പുതിയ ക്യാബിനറ്റിൽ 2 or 3 മന്ത്രിമാർ ഒഴിച്ച് ബാക്കി എല്ലാവരും വളരെ കഴിവുള്ളവരാണ്, എക്സ്പീരിയൻസ്ഡാണ്. പക്ഷെ അവർക്ക് അമിതാവേശം കൊണ്ട് ചില നാക്ക് പിഴകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നു. പക്ഷെ അബദ്ധം ആർക്കും സംഭവിക്കാം. അത് ഏറ്റുപറയാനുള്ള മനസ്ഥിതിയാണ് ജനങ്ങളിൽ നിന്ന് കൂടുതൽ പ്രശംസ പിടിച്ചു പറ്റുക. ആ തരത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് അബദ്ധം പറ്റി. അദ്ദേഹം ആദ്യമൊക്കെ നീതീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് തന്നെ ഒരു
തോന്നലുണ്ടാക്കണം. സെൽഫ് ക്രിറ്റിസിസം നടത്തിയതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഏറ്റു പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം. ആരുടെങ്കിലും വികാരത്തെ ഞാൻ കാരണം വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആ ക്ഷമ എന്നുള്ള വാക്കുകൊണ്ട് എത്ര വലിയ ഒരു കുറ്റം ചെയ്താലും അത് കൊടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഗവൺമെൻറ്റിലെയും ഒരു മന്ത്രിയും ഇത്രയും പെട്ടെന്ന് തന്നെ, കാരണം ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോണത് ക്ഷമ ചോദിച്ച മന്ത്രിമാരുടെ എണ്ണം കൂടുതൽ ഇടതു മുന്നണിയിലാണെന്ന് പറയും. പക്ഷെ ഒരു ക്ഷമയും ചോദിക്കാതെ ഈ പാതകം മുഴുവൻ ചെയ്ത മന്ത്രിമാർ പ്രതിപക്ഷത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രതിപക്ഷം ജനപക്ഷം തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ പ്രതിപക്ഷത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയാണ്. അതൊക്കെ ഇനിയിപ്പോൾ പറഞ്ഞു വരും. പക്ഷേ ഈ കാര്യമല്ല, ഇത് തെറ്റ് പറ്റുമാർക്കും അത് ഏറ്റു പറയുക. അത് മുരളീധരനാണെങ്കിലും പിന്നെ CP ജോണാണെങ്കിലും ഒക്കെ സംഭവിച്ചു ഏറ്റു പറഞ്ഞു. VD സതീശനും പറയേണ്ടി വരും ആവർത്തിക്കുകയാണെങ്കിൽ. അതാണ് ഒരു പരിധി വരെയൊക്കെ എല്ലാം നീതീകരിച്ചുകൊണ്ട് പോകാൻ കഴിയും. അത് കഴിഞ്ഞാൽ അബദ്ധമായി തന്നെ സംഭവിക്കേണ്ടി വരും. കാരണം ജനങ്ങളത് വിലയിരുത്തും. കാരണം ജനങ്ങൾ ഒരു വിഭാഗം ആളുകളെങ്കിലും നല്ലൊരു ഭരണം വേണം എന്നാഗ്രഹിക്കുന്നവരാണ്. അവർ വളരെ പ്രതീക്ഷയോടെ അധികാരത്തിൽ കൊണ്ടൊരു ഗവൺമെൻറ് പഴയതിൽ നിന്നും വ്യത്യസ്തമല്ല എന്ന സൈബർ ഹാൻഡിലോ എന്ത് തന്നെ പ്രചരണം നടത്തിയാലും അതെല്ലാം ജനങ്ങൾ തള്ളിക്കളയും. ക്വാളിറ്റേറ്റീവായിട്ടൊരു ബെറ്റർ ഗവേണൻസ് ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്ന ഒരു ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുമോ അത്രയും UDF ഗവൺമെൻറ് നല്ലത് എന്ന് പറയാൻ പറ്റുള്ളൂ. KPCC പ്രസിഡന്റ് ആയിരുന്നു സണ്ണി ജോസഫ്. അദ്ദേഹത്തിനെയാണ്, പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുന്നത് എന്റെ തലയിലേക്ക് എടുത്തു വെച്ചതാണെങ്കിലും ഞാൻ പരമാവധി നന്നായിട്ട് കൊണ്ടുപോകാൻ നോക്കും, 99.9% മികച്ചതാക്കാൻ ശ്രമിക്കുമെന്നൊക്കെ പറയുമ്പോഴും ഈ ആദ്യത്തെ 2 മാസത്തിൽ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള രീതിക്ക് പറയുകയാണെങ്കിൽ 5 വർഷം ഈ സർക്കാർ മുന്നോട്ട് പോകാൻ അത്ര എളുപ്പമായിരിക്കുമോ? സണ്ണി ജോസഫ് ഈ തരത്തിൽ അതിനെ ഒരു വ്യാഖ്യാനിച്ചത് വളരെ തെറ്റായിപ്പോയി. കാരണം ഇലക്ട്രിസിറ്റി വകുപ്പ് അത്ര മോശം വകുപ്പൊന്നുമല്ല, വളരെ ഭംഗിയായി. കാര്യം എന്തൊക്കെ ദോഷങ്ങളുണ്ടായിരുന്നെങ്കിലും കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആ മന്ത്രി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ആ വകുപ്പ് ഏറെക്കുറെ ഭംഗിയായിട്ട് കൊണ്ട് നടന്നതാണ്. അപ്പോൾ ആ ലെവലിലേക്ക് എത്താനുള്ള ശ്രമമെങ്കിലും സണ്ണി ജോസഫ് എന്ന് പറയുന്ന പുതിയ മന്ത്രിക്ക് ഉണ്ടാകേണ്ടതല്ലേ? അതുണ്ടായിട്ടൊന്നും അധികം സ്വയം വിമർശനപരമായിരുന്നു ചിന്തിച്ചതിന് ശേഷം മതിയായിരുന്നു ഇത് കുരിശാണോ അതോ കിരീടമാണോ എന്ന് വിലയിരുത്താൻ. അത് ഇത്തിരി അപക്വമായി പോയി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്.